ഒരു വ്യത്യസ്തമായ ക്ഷേത്രത്തിലെയും അവിടുത്തെ ആചാരത്തെയും കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കണ്ണൂരിൽ ഉറുമ്പുകളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. തോട്ടട കിഴുന്നപ്പാറയിലാണ് ഉറുമ്പച്ചൻ കോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഉറുമ്പ് ശല്യത്തിനൊക്കെ പരിഹാരം കാണാൻ ഇവിടെ എത്തി നാളികേരം സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ് വിശ്വാസം. റിപ്പോർട്ട് കണ്ടുവരാം. വീട്ടിലെ ഉറുമ്പ് ശല്യത്തിൽ നിന്നും രക്ഷ നേടുമെന്ന വിശ്വാസത്തിലാണ് ഭക്തർ ഉറുമ്പച്ചൻ കോട്ടത്തിലെത്തുന്നത്. നാളികേരം വീടിന്റെ മൂലകളിൽ ഒഴിഞ്ഞ ശേഷം ഇവിടെ എത്തി സമർപ്പിക്കും. പൂജാരി നാളികേരം പൊട്ടിച്ച് വെള്ളം കോട്ടത്തിലെ തറയിലൊഴിക്കും. കിഴുന്നപ്പാറയിലെ ഉറുമ്പച്ചൻ കോട്ടത്തിനും അതിനു പിന്നിലെ ഐതിഹ്യത്തിനും 400 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. തൊട്ടടുത്തായുള്ള ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിന്റെ ആരൂഢ സ്ഥാനമാണ് ഇവിടം. ഉദയമംഗലം ഗണപതി ക്ഷേത്രം എന്നൊരു ആരാധനാലയമുണ്ട്. ആ ക്ഷേത്രത്തിന് ആദ്യമായിട്ട് കുറ്റിയടിച്ചത് ഈ ഉറുമ്പച്ചൻകോട്ടം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്താണെന്നാണ് ഐതിഹ്യം. അപ്പം അന്ന് കുറ്റിയടിച്ചതിന് ശേഷം ഇവിടെ ഉറുമ്പും കൂട് കണ്ടെന്നു കുറ്റി ഇന്ന് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കണ്ടെത്തി എന്നുമാണ് ഇതിൻ്റെ ഐതിഹ്യം. വിവിധ നാടുകളിൽ നിന്ന് പോലും ആളുകൾ ഉറുമ്പച്ചൻ കോട്ടത്തിലേക്ക് എത്തുന്നു. പുതിയ വീടാണ്, പക്ഷെ വീട് നിറയെ ഉള്ളിലൊക്കെ ഉറുമ്പ്, കറുത്തതും ചെറിയ ഉറുമ്പും എല്ലാം. അപ്പോൾ അങ്ങനെയൊന്ന് അറിഞ്ഞതിട്ട് നമ്മളൊരു ആ ഒരു പ്രാർത്ഥനയോടുകൂടി വന്നതാണ്. അപ്പോൾ തേങ്ങ നമ്മൾ വീടിന് വലം വെച്ചിട്ട് 3 വലം വെച്ച് തേങ്ങ ഒഴിഞ്ഞെടുക്കുക, അങ്ങനെ അതിൽ കണ്ടത്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നെല്ലാം ഈശ്വരനിൽ നമ്മളെ വിശ്വാസമാണെന്നല്ല. നമ്മളെ ആൾക്കാരുടെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ ഈ സംക്രമമായ ഉറുമ്പച്ചന് തേങ്ങ മുട്ടണം എന്നുള്ള ഒരു മുൻകൂട്ടി എടുത്ത തീരുമാനം പോലെയല്ല. സംക്രമല്ലേ ഇന്ന്, അപ്പോൾ ഉറുമ്പച്ചന് തേങ്ങ മുട്ടണേന്ന് പറയും. അപ്പോൾ ആ ഒരു ആചാരം പോലെ ചെയ്തു വരുന്ന ഒരു ചടങ്ങാണ് കുറേ മുമ്പ് വരെ. സംക്രമ ദിനങ്ങളിലും വിശേഷ ദിവസങ്ങളിലും മാത്രമാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുക. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. സമൂഹത്തിലെ ഓരോ ജീവജാലങ്ങളെയും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ സ്നേഹിച്ചും ആരാധിച്ചും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഈ ഉറുമ്പച്ചൻ കോട്ടം എന്ന ക്ഷേത്രം കേട്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി. 4 പതിറ്റാണ്ടായി അവിടെയുള്ള ഒരു ക്ഷേത്രമാണെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ ഈ വാർത്ത കാണുന്ന മിക്ക ആളുകളും ആദ്യമായി തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ക്ഷേത്രവും ഇങ്ങനെ ഒരു ആരാധനാ രീതിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. എന്തായാലും വലിയ കൗതുകമുള്ള ഒരു വാർത്ത. നമുക്കിപ്പം കൂടുതൽ വാർത്തയുടെ വിശേഷങ്ങളും അവിടുത്തെ ആരാധനാ രീതിയെക്കുറിച്ചൊക്കെ പങ്കുവെക്കാനായി ഫെലിക്സ് പുളിക്കൽ ചേരുന്നുണ്ട്. ഫെലിക്സ്, ഉറുമ്പിന് വേണ്ടി ഒരു ക്ഷേത്രം എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ വലിയ കൗതുകം തോന്നുന്നുണ്ട്. അതും വീട്ടിലെ ഉറുമ്പിന്റെ ശല്യം തുരത്താൻ വേണ്ടിയുള്ള ആരാധനാ രീതിയും അവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ശരിക്കും വ്യത്യസ്തതയുണ്ട്. പക്ഷെ നിരവധി ആളുകളാണല്ലേ അവിടെ എത്തിച്ചേരുന്നത്. ഉറുമ്പുകളും പ്രകൃതിയുടെ ഭാഗമാണ്. ഉറുമ്പുകൾക്കും അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ ഉറുമ്പുകളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു കൗതുകവും അത്ഭുതവും ഒക്കെ തോന്നും. ഇതിപ്പോൾ കണ്ണൂർ തോട്ടടയ്ക്ക് അടുത്തായാണ് ഈ ഉറുമ്പച്ചൻ കോട്ടം. ഇതിന് നമ്മൾ ഈ വാർത്തയിൽ പറയുന്ന പോലെ ഇതിൻ്റെ ഐതിഹ്യം, അതായത് ഈ പറയുന്ന ഉറുമ്പച്ചൻ കോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ്, അതായത് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ഒരു ക്ഷേത്രത്തിനായി കുറ്റിയടിക്കുന്നു. പക്ഷേ പിന്നീട് ആ കുറ്റി പിറ്റേ ദിവസം കാണുന്നത് ഇപ്പോൾ മറ്റൊരു ക്ഷേത്രം, അതായത് ഇതിൻ്റെ പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കുറ്റി ഇവിടെ കാണുന്നില്ല, അവിടെ ഈ ഉറുമ്പുകളെയാണ് കണ്ടത്. അപ്പോൾ പിന്നീടാണ് അപ്പുറത്തെ ക്ഷേത്രം പണിതയും ഇവിടെ ഈ ഉറുമ്പച്ചൻ കോട്ടം ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ഭാഗമാണ് അവിടെ അത് നിർമ്മിക്കുകയും ചെയ്തത്. അപ്പോൾ ആളുകൾ, നമുക്കറിയാം ഉറുമ്പ് ഒരു പ്രധാന ശല്യമായി മിക്ക വീടുകളിലും ഉണ്ടാകും. അപ്പോൾ ചില വീടുകളിൽ അത് ഭയങ്കര കൂടുതലാകും. അപ്പോൾ അവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ഒരു വിശ്വാസം ഈ വീട്ടിലെ ഉറുമ്പ് ശല്യം മാറുമെന്നതാണ്. അതായത് ഈ എല്ലാവരും തേങ്ങയുമായാണ് വരിക. ഇപ്പോൾ എല്ലാ ദിവസവും ഈ ചടങ്ങുകളില്ല, സംക്രമ നാളുകളിൽ, ഒപ്പം തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെയാണ്. ആ ദിവസങ്ങളിൽ വൈകുന്നേരം 4:30 ആകുമ്പോൾ ഈ തേങ്ങയുമായി അവിടെ എത്തും. അങ്ങനെ തേങ്ങ ഉടച്ചാണ് ആ ചടങ്ങുകളൊക്കെ തന്നെ നടത്തുന്നത്. എന്തായാലും അവിടെ എത്തുന്ന ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. അവരുടെ വിശ്വാസം എന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ ഈ ഉറുമ്പ് ശല്യം മാറുമെന്നതാണ്. ഏതായാലും ഇതിൻ്റെ വിശ്വാസത്തിനപ്പുറത്തേക്ക് നമ്മുടെ എല്ലാ മൃഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ജീവികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനെയും സംരക്ഷിക്കുക, അതിനെയും നമ്മൾ അത് മാറ്റി നിർത്താതെ അതിനെയും കൂടി നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ് എന്നതാണ് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൂടി ഇവിടെ സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സമൂഹത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഉറുമ്പിന് വേണ്ടി ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ കേട്ട മിക്ക ആളുകളും ഒന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. അതിന് പിന്നിലുള്ള ഐതിഹ്യവും വിശ്വാസവും ഒക്കെ ഇങ്ങനെയാണ്.